UDF ഭരിക്കട്ടെ എന്ന് കേരളം വിധി എഴുതിയിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. ഒരാശങ്കയും വേണ്ടാത്ത തരത്തിലുള്ള ഗംഭീര ഭൂരിപക്ഷം. ഫലം വന്നാൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 1 മണിക്കൂറെന്നോ 1 ദിവസമെന്നോ എന്തൊക്കെയാണ് അന്ന് നേതാക്കൾ പറഞ്ഞത്. അതൊക്കെ വിട്ട് ജനങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. ആ കാത്തിരിപ്പിത ഈ നിമിഷവും തുടരുന്നു. ജനാധിപത്യ സൗന്ദര്യത്തിന്റെ പേരും പറഞ്ഞ് ചരിത്രപരമായ മാൻഡേറ്റ് നൽകിയ ജനങ്ങളെ മുഴുവൻ കൊഞ്ഞനം കുത്തുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി. ഇന്നത്തെ പ്രൈം സ്റ്റോറി, ആരാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കും ആ പേര്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് തിങ്കളോട് തിങ്കൾ 8 ദിവസം. ഇപ്പോഴും ഇതാ ചർച്ച തുടരുകയാണ്. ഇതുവരെ കേട്ട അഭിപ്രായങ്ങൾ ഒന്നും പോരാഞ്ഞ് മുൻ KPCC അധ്യക്ഷന്മാരെയൊക്കെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ആരൊക്കെ ചർച്ചയിൽ അഭിപ്രായം പറഞ്ഞാലും ഒടുവിൽ തീരുമാനമെടുക്കേണ്ടത് അപ്പനും സുഭദ്രയും ഒക്കെ ചേർന്ന ഹൈക്കമാൻഡ് തന്നെ. 23 വരെ സമയമുണ്ടല്ലോ എന്നതാണ് ഇപ്പോഴത്തെ ന്യായം. അടുത്ത 2 ദിവസം കൂടി കഴിഞ്ഞേ തീരുമാനം ഉണ്ടാകൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ 96-ൽ നായനാരുടെ പേരിലേക്ക് എത്താൻ CPM എടുത്ത സമയത്തേക്കാൾ കൂടുതലായി. അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിക്കാം കോൺഗ്രസിന്. യോഗ്യരായവർ കൂടിപ്പോയത് കൊണ്ടുള്ള ഓരോരോ പ്രശ്നങ്ങൾ. തീരുമാനം നീണ്ടുപോകുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന നിരാശയും ബുദ്ധിമുട്ടും തിരിച്ചറിയുന്നുണ്ട് ചില നേതാക്കളെങ്കിലും. തീരുമാനം ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹൈക്കമാൻഡ് തീരുമാനം എടുത്ത് ഇങ്ങോട്ട് അറിയിക്കും. ഞാൻ പറഞ്ഞാൽ ഓടുന്ന ട്രെയിനിൽ നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. ട്രെയിൻ സ്റ്റോപ്പിലെത്തിയാൽ തന്നെ ഇറങ്ങാൻ പറ്റും. കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ കാരണം ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ആവാറുണ്ട്. ഡൽഹി യാത്രയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ചില സന്ദർഭത്തിൽ കാലാവസ്ഥ മോശമാണെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി പ്രത്യേകിച്ച് എൻ്റെ കേൾക്കേണ്ട ആവശ്യമില്ല. കുറച്ച് താമസം ഉണ്ടായിട്ടുണ്ട്, അതിൽ ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയും. കെ സുധാകരൻ, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ എന്നിവരെയാണ് ഇപ്പോൾ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. ഡൽഹിയിലെ ചർച്ചയ്ക്ക് ശേഷം ചെറിയ നിശബ്ദതയിലായിരുന്ന ചെന്നിത്തല ഇന്ന് പറഞ്ഞത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന ഏത് തീരുമാനത്തെയും അംഗീകരിക്കുമെന്നാണ്. ആ തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ്. ആ തീരുമാനം എന്തായാലും അത് എല്ലാവരും ചേർന്ന് നടപ്പാക്കും. ഇനിയും ചർച്ചയുടെ ആവശ്യമില്ല. ചർച്ചയെല്ലാം കഴിഞ്ഞു. പിന്നെ വലിയ താമസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇല്ല, എല്ലാ ചർച്ചയും കഴിഞ്ഞല്ലോ. ഇനി ചർച്ചയുടെ ആവശ്യമില്ല. എല്ലാ ചർച്ചകളും കഴിഞ്ഞതാണ്. ഇനിയിപ്പം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കണം. അത് അവരെടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. അല്ല, അതെല്ലാം ചർച്ചകൾ കഴിഞ്ഞല്ലോ. ഇനിയിപ്പം നമ്മൾ ആ ചർച്ചകളുടെ എല്ലാ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം ഉണ്ടാകും. അല്ല, കഴിഞ്ഞ തവണ ഇടതുപക്ഷം എത്ര ദിവസം എടുത്തായിരുന്നു? അത്രയും ദിവസം ഞങ്ങൾ എടുക്കുന്നില്ലല്ലോ. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ വേണ്ടി എത്ര ദിവസം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പം അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ചർച്ചകളെല്ലാം കഴിഞ്ഞെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ നേതാക്കളെയൊക്കെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്ത് പറയാനാണെന്നൊക്കെ മുരളീധരൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും സംശയം തീർന്നിട്ടില്ല. പക്ഷേ ഈ നിശബ്ദത, നേതാക്കൾ തൽക്കാലം മിണ്ടാതിരുന്നെങ്കിലും അത് വളരെ ശാന്തമായ ഒരു കടലാണെന്നൊന്നും കരുതണ്ട. ഇതിനിടയിൽ ഗ്രൂപ്പ് യോഗമൊക്കെ നടക്കുന്നുണ്ട്. കണ്ണൂരിൽ KC-KS ഗ്രൂപ്പാണ് യോഗം വിളിച്ചത്. കെ സുധാകരന്റെ വീട്ടിലാണ് സംയുക്ത ഗ്രൂപ്പ് യോഗം നടത്താനിരുന്നത്. അനുകൂലികളെയും യോഗത്തിന് വിളിച്ചിരുന്നു. എന്നാൽ വിവരമറിഞ്ഞ മാധ്യമങ്ങൾ എത്തിയതോടെ ഗ്രൂപ്പ് യോഗം വേണ്ടെന്ന് വെച്ചു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ അവകാശമാണ്, ജനാധിപത്യമാണ്, അതിൽ ആ സമയം എടുക്കാമെന്നൊക്കെ പറയാം. പക്ഷേ 10 വർഷത്തിന് ശേഷം ഭരണം തിരികെ കിട്ടിയപ്പോൾ കോൺഗ്രസ് കാരണം ജയിച്ച സ്ഥാനാർത്ഥികൾക്ക് മര്യാദയ്ക്കൊന്ന് ആഹ്ലാദ പ്രകടനം നടത്താൻ പോലും കഴിയുന്നില്ലെന്ന പരാതിയുമായാണ് അതിനിടെ ലീഗ് രംഗത്തെത്തുന്നത്. മുഖ്യമന്ത്രി തർക്കം UDF വിജയത്തിന്റെ പ്രഭ കെടുത്തിയെന്ന് ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹബീദ് ഇന്ന് പരസ്യമായി പറഞ്ഞു. അണികൾക്ക് വലിയ നിരാശയുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ പാർട്ടി പ്രവർത്തകർ വിളിച്ച് പ്രതിഷേധം അറിയിക്കുന്നു. ഇതിനാണോ വോട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നുവെന്നാണ് ലീഗ് പറയുന്നത്. 8 ദിവസം ഒരു പരിഹാരം പെട്ടെന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. നീണ്ടുപോകുന്നതിലുള്ള അസംതൃപ്തി ഞങ്ങൾക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ മലപ്പുറത്ത് പരിസര പ്രദേശങ്ങളിൽ ഞങ്ങളെ നിയമസഭാ സാമാജികന്മാർക്ക് വരെ ഇപ്പോൾ ഈ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ അരങ്ങ് തകർത്ത് പോയിരുന്നു. അതിന് വരെ ഒക്കെ ഒരു ഈ ചർച്ചയും ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ ഒരു മാറ്റ് കെടുത്തിയിട്ടുണ്ട്. അണികൾക്കും അത് വലിയൊരു നിരാശ ഉണ്ട്. അണികൾക്കാണ് നിരാശ കാര്യമായിട്ട്. അണികൾക്കാണെങ്കിലും നിരാശ. അണികളല്ല ഇപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് നമ്മൾ UDFനെ കൊണ്ടുവന്നത്. അവർക്ക് നമ്മളോടല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതിനാണ് അമിത മാഷെ നമ്മളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്ന ആളുകൾ, സ്ത്രീകൾ വരെ.
സ്ത്രീകൾ ഇവരെ വിളിക്കുക നേരിട്ട്. വാട്സപ്പിലൊക്കെ ഒരു സന്ദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ അമർഷവും പ്രതിഷേധവും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ ഹമീദ് മാഷേ പറഞ്ഞുള്ളൂ. ഇനിയും തീരുമാനം നീണ്ടാൽ ഹമീദിന്റേത് ഒറ്റപ്പെട്ട ശബ്ദമാവില്ല എന്ന് ഉറപ്പാണ്. ഇപ്പൊ നേരത്തെ രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞു ഇടതുപക്ഷം എടുത്ത അത്ര സമയം ഞങ്ങൾ എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ വോട്ട് ചെയ്ത ജനങ്ങളടക്കം ചോദ്യങ്ങളുമായി നേതാക്കൾക്ക് മുന്നിൽ എത്തുന്ന സാഹചര്യം അധികം ദൂരെയല്ല. അങ്ങനെ